വയലൻസ് ആണ്, അത് മാത്രമല്ല ഒന്ന് രണ്ട് വാവ് മൂവ്മെന്റ്സ് ഉണ്ട്. അടിപൊളി, സൂപ്പർ കാണാം. പിന്നെ കുറച്ച് അൺറിയലിസ്റ്റിക് ആണ്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഇത് എന്തോ പരിപാടി എന്ന് നമുക്ക് തോന്നും. കത്തിയാണ്, പക്ഷേ കൊള്ളാം. ആക്ഷൻ മൂവി ലവേഴ്സിന്റെ ഒക്കെ ഫേവറേറ്റ് മൂവി സിസുന്റെ സെക്കൻഡ് പാർട്ട് സിസു റോഡ് ടു റിവെഞ്ച് റിലീസിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടറിഞ്ഞോടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്ന് ചോദിച്ചു നോക്കാം. നേരെ സിസു 2 റിവ്യൂലേക്ക്. ഫസ്റ്റ് കാണാത്തവർക്ക് ഇത് കണ്ടാൽ ഞെട്ടിപ്പോയി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് പോയി കണ്ടോളൂ. എങ്ങനെയുണ്ട് ബ്രോ? അതിന് മേളിൽ നിൽക്കുന്ന ഒരു ആക്ഷൻ വയലൻസ് സംഭവം എന്ന് പറയാനുണ്ടോ? വയലൻസ് ആണ്, അത് മാത്രമല്ല ഒന്ന് രണ്ട് വാവ് മൂവ്മെന്റ്സ് ഉണ്ട്. അടിപൊളി, സൂപ്പർ. എടുത്തു പറയാനായിട്ട് സ്റ്റോറിയൊക്കെ സെയിം അതുപോലെ തന്നെയാണ്. പക്ഷെ അതായത് ഒരു ഡെഡിക്കേഷൻ ഉണ്ട് ആ എടുത്തിരിക്കുന്നതിന്റെ. ഭയങ്കര ഡെഡിക്കേറ്റ് ആയിട്ടാണ് എഴുതിക്കുന്നത്. നമുക്ക് ആ ഫസ്റ്റ് കണ്ടാൽ ഇത് കറക്റ്റാ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. ഒരു സ്റ്റാൻഡ് അലോൺ സ്റ്റോറി ആയിട്ട് ഫസ്റ്റ് സെക്കൻഡ് പാർട്ട് കണ്ടിരിക്കാം. കണ്ടിരിക്കാന്നല്ല, ഇത് മാത്രം കണ്ടാലും അത്രയും ഉള്ള സാധനം ഉണ്ട്. പിന്നെ ഇത് കാണുന്ന ആൾ എന്തായാലും ഫസ്റ്റ് പോയി കാണും. ഭയങ്കര ബ്ലഡ് ഷെഡും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഒരുപാട്. ഓക്കെ, പേടിയാണ്. എങ്ങനെയുണ്ട് ബ്രോ? പക്ക ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ റിവെഞ്ച് സംഭവം എന്ന് പറയാൻ. അത് തന്നെയാണ്. ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ. വേറെ ടെറൈൻ, വേറെ ആക്ഷൻ പരിപാടികൾ അത് തന്നെ. പിന്നെ ഫസ്റ്റ് പാർട്ടിന്റെ അത്ര ഒരു ഇമോഷണൽ ഹുക്ക് ഇതിനകത്തില്ല. അതൊഴിച്ചെടുത്ത് നോക്കിയാൽ കൊള്ളാം. കൂടുതൽ ക്യാരക്ടേഴ്സ് ഒന്നും വരുന്നില്ല. സെയിം ക്യാരക്ടേഴ്സ് തന്നെ, റിട്ടേണിങ് ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. ലൈക്ക് മെയിൻ ക്യാരക്ടർ മാത്രമേ റിട്ടേൺ ചെയ്യുന്നുള്ളൂ. ആൻഡ് ആ പട്ടി ഫ്രഷ് സ്റ്റാർട്ട് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുമോ? ഫ്രഷ് ആയിട്ട് ഫസ്റ്റ് കാണാത്തായിട്ട് കാണാം, വലിയ കുഴപ്പമൊന്നുമില്ല. അത് പറഞ്ഞ റിട്ടേണിങ് ക്യാരക്ടേഴ്സ് ഇല്ല, കണ്ടിന്യൂഷൻ ഒന്നും അല്ല. ലൈക്ക് സെക്കൻഡ് പാർട്ടിന് വേണ്ടി അവരൊരു കഥ കുക്കപ്പ് ചെയ്തെടുത്തു. പിന്നെ ലൈക്ക് ആക്ഷൻ കൊറിയോഗ്രാഫി എല്ലാം പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി, വയലൻസ് ആക്ഷൻ ഫാൻസ് ഒക്കെ ഒരു മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ. ഉറപ്പായിട്ടും കാണാം. പിന്നെ കുറച്ച് അൺറിയലിസ്റ്റിക് ആണ്. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഇത് എന്തോ പരിപാടി എന്ന് നമുക്ക് തോന്നും. കാര്യം ഒരുമാതിരി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ലെവൽ പരിപാടിയിലോട്ട് പോകും ക്ലൈമാക്സ് ആകുമ്പോൾ. സ്റ്റോറി എന്താണ്? റോക്കറ്റ് ഒക്കെ കൊണ്ട് ഒരു പ്ലെയിനിലൊക്കെ ഇടിച്ച് കയറ്റുന്നുണ്ട്, ഒരു ട്രെയിനിലൊക്കെ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അല്ലാതെ ഓക്കെ. ഫസ്റ്റ് കണ്ടവരൊക്കെ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. എനിക്ക് ഫസ്റ്റാണ് ഇഷ്ടപ്പെട്ടത് സത്യം പറഞ്ഞാൽ. സെക്കൻഡും മോശമെന്നല്ല പറഞ്ഞത്, എന്നാലും അടിപൊളി സീൻസൊക്കെ ഉണ്ട്. ഫർലോങ്ങും ടോമിലൊക്കെ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് കൊള്ളാം. എന്നാലും ഒറ്റ തവണ കാണാൻ കൊള്ളാം. ആ സെയിം ടെംപ്ലേറ്റ് തന്നെയാണ് പിടിച്ചേക്കുന്നത്. അതോ ഇതിൽ കൂടുതൽ വയലൻസും റിവഞ്ചാണ്. ആക്ഷൻ പാക്ഡ് ഒക്കെ? ആക്ഷനൊക്കെ അടിപൊളിയാണ്, പക്ഷേ എനിക്ക് ഫസ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. എടുത്തു പറയാണ്ട് ഓരോ വാവ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എങ്ങനെയുണ്ട്? അതൊക്കെ അടിപൊളിയായിരുന്നു. ഷൂട്ടും മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, എന്നാലും എനിക്ക് ഫസ്റ്റാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ശരി. അടിപൊളിയായിട്ടുണ്ട്. റിവെഞ്ച് വൈസ് ആക്ഷനൊക്കെ സെറ്റ്. ഫസ്റ്റ് പാർട്ടിന്റെ ഫാനാണ്, നിരാശപ്പെടൂല. സെറ്റ്. എടുത്തു പറയാനായിട്ട് മേക്കിംഗ് ഒക്കെ എങ്ങനെയാണ്? മേക്കിങ്ങും അടിപൊളി. ബേസിക് സാധനം ആക്ഷനും ആ റിവെഞ്ച് സംഭവമാണ്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വയലൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാനായിട്ട് മെയിൻ ആക്ഷൻ തന്നെയാണ്. വയലൻസും ആക്ഷൻ അത് അടിപൊളിയായിട്ട്. അത് ഇഷ്ടപ്പെടുന്നവർക്ക്, ആ സിസു ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. ഭയങ്കര ഗ്രിപ്പിംഗ് സ്റ്റോറി എന്നൊക്കെ പറയാൻ. റിപ്പിംഗ് അല്ല, റിവെഞ്ച് ബേസ് ആണ്. ഇപ്പൊ അത്ര തന്നെ സ്റ്റോറി ലൈൻ അത്രേ ഉള്ളൂ. സെക്കൻഡ് പാർട്ടിൽ എന്താണ്? എങ്ങനെയുണ്ട്? ലോജിക്ക് നോക്കാതെ കണ്ടാ കാണണം. ഫസ്റ്റിന്റെ ഫാനാണോ? ഫസ്റ്റ് ഷോ തന്നെ കാണാൻ ഫസ്റ്റിന്റെ ഫാനാണ്. ഫസ്റ്റ് ഇതിൽ നിന്നും കുറച്ചുകൂടെ ഫസ്റ്റാണ് കുറച്ചുകൂടെ. നമ്മളെ അങ്കിൾ എങ്ങനെയുണ്ട് സെക്കൻഡ് പാർട്ടി വന്നപ്പോൾ? അടിപൊളി. എന്നാലും ഒരു ഇതുവരെ കണ്ട ആക്ഷൻ, സ്ഥിരം ഹോളിവുഡ് ആക്ഷനിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ? പാർട്ടില് കത്തിയാണ്, പക്ഷേ കൊള്ളാം. ഓക്കെ.